ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു അവസരം ഓൺലൈനായിട്ട് ഉടനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപേക്ഷ ഉടനെ തുടങ്ങും. സോ നമുക്ക് വരാൻ പോകുന്ന ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം ഉടനടി വിളിക്കാൻ പോകുന്നുണ്ട്. എയർഫോഴ്സിൻ്റെ ഷോർട്ട് നോട്ടീസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ മുൻപേ ഏകദേശം ഒരു അരമാസം മുന്നേ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. 2 ഡിസംബർ 2024 അപേക്ഷ തുടങ്ങും. 31 ഡിസംബർ 2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റിലേക്ക്, അതായത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കാനായിട്ട് പോകുന്നത്. അതിൽ NCC സ്പെഷ്യൽ എൻട്രിയും ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 01/2025 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിക്കാൻ പോകുന്നത്. അഫ്കാറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് വരാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് SSC ഫ്ലൈയിങ് ബ്രാഞ്ച്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഉണ്ട്. പിന്നെ NCC സ്പെഷ്യൽ എൻട്രി ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ആദ്യം തന്നെ അഫ്കാറ്റ് എൻട്രി ഫ്ലൈയിങ് ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. മൊത്തത്തിൽ ഫ്ലൈയിങ്ങിലേക്ക് 21 ഒഴിവുകൾ പുരുഷന്മാർക്കും, SSC ആണ്, അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. വനിതകൾക്കും 9 വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ കാണാൻ സാധിക്കും. വനിതകൾക്കും പുരുഷന്മാർക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ കാണാൻ സാധിക്കും. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ തന്നെ വെപ്പൺ സിസ്റ്റം, അതുപോലെ തന്നെ ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, അങ്ങനെ പലതും വരുന്നത് കാണാൻ സാധിക്കും. പല സ്ട്രീമുകൾ മെൻ ആൻഡ് വുമണിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ NCC സ്പെഷ്യൽ എൻട്രിയും ഉണ്ടാകുന്നതായിരിക്കും. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് +2 സയൻസ്, അതുപോലെ തന്നെ സയൻസ് ഡിഗ്രി കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഈ ഫ്ലൈയിങ് ബ്രാഞ്ചിലും അതുപോലെ തന്നെ ടെക്നിക്കലിലേക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് പറ്റുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസാകും. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 20 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2 ജനുവരി 2002 1 ജനുവരി 2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലിലേക്ക് 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 2 ജനുവരി 2000 1 ജനുവരി 2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ല സാലറി സ്കെയിലും കാര്യങ്ങളും അലവൻസ് ഒക്കെ ഉള്ളൊരു ജോബാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടാകുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഏകദേശം 550 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവും. GST ഒക്കെ കൂടി വരുമ്പോൾ ഏകദേശം 650 രൂപേൻ്റെ അടുത്ത് വരും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. എവറി കാൻഡിഡേറ്റ് നീഡ് ടു പേ ദിസ് ഫീസ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും തന്നെ ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ NCC സ്പെഷ്യൽ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഫീസ് അടക്കേണ്ട കാര്യമില്ല. പിന്നെ അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. സോ നല്ലൊരു അവസരമാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ചൊരു അവസരമാണ് വരാനായിട്ട് പോകുന്നത്. സോ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി. നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതുമായിരിക്കും.